നമസ്കാരം. ഞാൻ ഹരിചന്ദ്ര മഠം RJ അയ്യർ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു പ്രത്യേക വിഷയവുമായിട്ടാണ്. നമ്മുടെ നാട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഈ അടുത്ത ദിവസങ്ങളിലായി പത്രമാധ്യമങ്ങളിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം, അതായത് തൻ്റെ ഇഷ്ടം ലംഘിക്കപ്പെട്ടു, അല്ലെങ്കിൽ തന്നെ ചതിച്ചു, തന്നെ വഞ്ചിച്ചു എന്ന പേരിൽ പെൺകുട്ടികളെ വെട്ടിക്കൊല്ലുകയും പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ആസിഡ് മുഖത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു പറ്റം യുവാക്കൾ. ലോക ചരിത്രത്തിന് മുന്നിൽ തന്നെ കേരളം, അതായത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം മുന്നോക്കം നിൽക്കുന്നു എന്ന് പറയുന്ന നമ്മുടെ ജനത തല കുനിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതായത് തൻ്റെ പ്രണയം നഷ്ടപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയെ, ഒരച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയ പെൺകുട്ടിയെ ഒരാൾ വന്ന് കൊല്ലുകയാണ്. അതും മരണപ്പെടുന്ന കുട്ടികൾ മിക്കവാറും 25 വയസ്സിന് കീഴെയുള്ളവരാണ്. കൊല്ലുന്നതും ഏകദേശം അതേ പ്രായത്തിലുള്ളവർ. യുവത്വത്തിലേക്ക്, അതിൻ്റെ പ്രസരിപ്പിലേക്ക് പ്രവേശിക്കുന്ന പ്രായത്തിൽ ഒരാൾ കൊലപാതകിയും ഒരാൾ ഇരയുമാകുന്നു. പ്രണയം എന്ന് പറയുന്നത് ഒരു ദിവ്യമായ അനുഭൂതിയാണ്. ഒരു ജീവിത കാലഘട്ടത്തിനിടയിൽ പ്രണയിക്കാതെ കടന്നു പോകുന്നവർ ചുരുക്കമാണ്. ചിലർ പ്രണയത്തിൽ വിജയിക്കും, ചിലർ പരാജയപ്പെടും. എങ്കിലും വർഷങ്ങൾക്ക് ശേഷം ഇതിൽ പ്രണയത്തിൽ വിജയിച്ചു, വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ദാമ്പത്യ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നവരുമുണ്ട്. എന്നാൽ പ്രണയിച്ചിട്ട് ആ പ്രണയ ജീവിതം സമ്മാനിച്ചില്ല, പല പല കാരണത്താൽ അവർക്ക് വിവാഹിതരാവാൻ കഴിഞ്ഞില്ല. എന്നിരിക്കലും വർഷങ്ങൾ കഴിഞ്ഞാലും ആ ഹൃദ്യമായ സ്മരണകൾ ഉള്ളിൽ നിറച്ച് ജീവിതത്തിൻ്റെ അന്ത്യം വരേക്കും ആ പ്രണയത്തിൻ്റെ നല്ല ഓർമ്മകളുമായി ജീവിക്കുന്ന ഒട്ടേറെ പേര് നമ്മുടെ നാട്ടിലുണ്ട്. പ്രണയം എപ്പോഴും അങ്ങനെയാണ്, ഉള്ളു നിറയ്ക്കുന്ന ഒരു ദിവ്യ അനുഭൂതി തന്നെയാണ് പ്രണയം. പക്ഷേ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് എല്ലാം പിടിച്ചടക്കലുകളുടേതാണ്. പ്രണയനഷ്ടത്തെ അവർ പറയുന്നത് തേപ്പ് എന്നാണ്. അതായത് അവൾ എന്നെ തേച്ചിട്ട് പോയി, അതായത് എനിക്ക് പ്രണയനഷ്ടം സംഭവിച്ചു എന്നെല്ലാം പറയുന്നത് എന്നെ തേച്ചിട്ട് പോയി. പെൺകുട്ടി അത് തന്നെയാണ് പറയുന്നത്, എൻ്റെ എല്ലാം അവൻ കരസ്ഥമാക്കിയിട്ട് എന്നെ തേച്ചിട്ട് പോയി. ഇതാണ് വാക്ക്. നമ്മളൊന്ന് കാണുക. ഒരു പ്രണയം എന്ന് പറയുമ്പോൾ അത് സംഭവിക്കുന്നതിന് പല ഘടകങ്ങളുണ്ട്. ആദ്യം കണ്ടുമുട്ടുന്നു, അത് പരിചയമായി വളരുന്നു, പിന്നെ ആ ആകർഷണം വർദ്ധിച്ച് ഒരുമിച്ച് ജീവിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നതാണ് പല പ്രണയങ്ങളും. എന്നാൽ ഒരു വ്യക്തി മറ്റൊരാളെ കണ്ടുമുട്ടിയിട്ട് ഇവളെ പ്രണയിക്കണം, തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം എന്നുള്ള മട്ടിൽ അടുത്തുകൂടി അത് സാധ്യമല്ലാതെ വരുമ്പോൾ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ട് വരുന്നത്. പ്രണയത്തിൽ പരാജയങ്ങളുണ്ടാവും. പ്രണയം എല്ലാം സക്സസ് ആയി വരികയൊന്നുമില്ല. പക്ഷേ താൻ ജീവന് തുല്യം സ്നേഹിച്ചു എന്ന് പറയപ്പെടുന്ന ആ വ്യക്തിയെ കൊല്ലാൻ, പച്ചയ്ക്ക് തീ കൊളുത്താൻ ഈ മനുഷ്യർക്ക് എങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചാൽ അത് വീട്ടിലെ അവരുടെ സാഹചര്യം തന്നെയാണ്. അവരെന്ത് ആഗ്രഹിച്ചാലും അത് വാങ്ങിക്കൊടുക്കുകയും അവരെന്ത് ചോദിച്ചാലും അതിനെല്ലാം സമ്മതം മൂടുകയും ചെയ്യുന്ന മാതാപിതാക്കൾ ഇത്തരം പ്രവണതയ്ക്ക് കൂട്ടുനിൽക്കുകയാണ്. ഒരു ചെറുപ്പക്കാരനെ ഒരു പെൺകുട്ടി പ്രണയിച്ചു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും അവൾ കൂടെ നിൽക്കണമെന്ന് ആ ചെറുപ്പക്കാരൻ കരുതുന്നുവെങ്കിൽ അത് തെറ്റാണ്. അവനെ കൂടെ നിന്നില്ലെങ്കിൽ, അവൾക്ക് അവൻ്റെ പെരുമാറ്റം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, അവൾ കടന്നു പോകുകയാണെങ്കിൽ ഉടനെ അവളെ ചെന്ന് വെട്ടിക്കൊന്ന് കളയുന്ന ഈ സമ്പ്രദായം ഉണ്ടല്ലോ, നമ്മുടെ യുവത്വത്തിന് അത്ര ഭൂഷണമൊന്നുമല്ല. ഒരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരനെ ഉപേക്ഷിക്കാൻ പല കാരണങ്ങളുണ്ടാവും. പ്രണയിക്കുന്ന കാലത്ത് വളരെയധികം സൗഹൃദ മനോഭാവത്തോടുകൂടി, പ്രണയ മനോഭാവത്തോടുകൂടി പെരുമാറും. എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ
ആ പെൺകുട്ടി എന്തും പറയാനും എന്ത് പ്രവർത്തിക്കാനുമുള്ള ഒരു തലത്തിലേക്ക് ഈ ചെറുപ്പക്കാരൻ മാറിക്കഴിയും. അവൻ്റെ അടുപ്പം ഒരു കാലത്ത് നല്ല ഒരു അനുഭൂതിയാണ് അവൾക്ക് പകർന്ന് നൽകിക്കൊണ്ടിരുന്നതെങ്കിൽ പിന്നീട് അവൾക്ക് ഈ ചെറുപ്പക്കാരൻ്റെ അടുപ്പം അരോചകമാകുന്നു. അവൻ പറയും തൻ്റെ പ്രണയ കൂടുതൽ കൊണ്ട്, തൻ്റെ പ്രണയത്തിൻ്റെ ഏറ്റക്കൂടുതൽ കൊണ്ടാണ് താൻ ഇങ്ങനെയൊക്കെ അവളടുത്ത് പെരുമാറുന്നതെന്ന്. പക്ഷെ എവിടെയാണ് സ്നേഹം എന്ന് പറയുന്ന കാര്യം ഈ ഒരു അടുപ്പത്തിൻ്റെ വർധനവിലൂടെ നഷ്ടപ്പെടുകയാണെങ്കിൽ പ്രണയത്തിൻ്റെ നഷ്ടമാണ് അവിടെ സംഭവിക്കുന്നത്. പെണ്ണിലും ആണിലും കണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ് സംശയരോഗം. തൻ്റെ കാമുകനോ കാമുകിക്കോ മറ്റൊരാളുമായി ഇഷ്ടമുണ്ടോ എന്നുള്ള സംശയം. ഈ കാമുകനോ കാമുകിയോ മറ്റൊരാളോടത്ത്, എതിർലിംഗത്തിൽപ്പെട്ട ഒരാളടുത്ത് സംസാരിക്കുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ വഴക്ക് കൂടുക, പിണങ്ങിയിരിക്കുക, പിന്നെ ആ ബന്ധത്തിൽ കുറേയേറെ വിള്ളലുകൾ ഈ കാര്യം തന്നെ വരുത്തും. ഇത് അനുബന്ധമായിട്ട് ഇവർ വേർപിരിയാൻ തീരുമാനിക്കും. അതിൽ പെൺകുട്ടിയായിരിക്കും പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യത്തെ സഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് കണ്ടിട്ട് പിന്മാറാൻ ശ്രമിക്കും. അപ്പോൾ തന്നെ പറ്റിച്ചിട്ട് പോയി, മറ്റൊരാളുമായിട്ട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇവളെന്നെ പറ്റിച്ചിട്ട് പോയെന്ന് പറഞ്ഞ് ഇനി നീ ജീവിക്കണ്ട എന്ന് പറഞ്ഞ് ഈ ചെറുപ്പക്കാരൻ ചെന്ന് അവളെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് പലപ്പോഴും. അല്ലെങ്കിൽ മറ്റൊരാളോട് വിവാഹം കഴിക്കാൻ അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും എന്നാണ് പല ചെറുപ്പക്കാരും കൊടുക്കുന്ന സംജ്ഞ. ഇങ്ങനെയുള്ള മനോഭാവം പുലർത്തുന്ന ഒരു ചെറുപ്പക്കാരനെ ഒരു പെൺകുട്ടി എങ്ങനെയാണ് തൻ്റെ ജീവിതകാലം മുഴുക്കെ തൻ്റെ രക്ഷകർത്തൃ സ്ഥാനത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുക എന്ന് ഈ ആൺകുട്ടികൾ കരുതിയാൽ കുറച്ച് നന്നായിരിക്കും. സ്നേഹം എന്ന് പറയുന്നത് തൻ്റെ ഉള്ളിലുള്ള നന്മയുടെ പ്രകാശനമായിരിക്കണം. ആ പ്രകാശനം കൃത്യമായി ഒരു പെൺകുട്ടിക്ക് കൊടുത്താൽ അവൾക്ക് അത് അർഹതയുണ്ടെങ്കിൽ നമ്മുടെ സ്നേഹം ആ പെൺകുട്ടിക്ക് ഏറ്റുവാങ്ങാനും അവൾക്ക് ആ കരുതലോടെ ജീവിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ അവൾ എന്നെന്നും നമ്മളോടൊപ്പം നിൽക്കൂ. അങ്ങനെയുള്ള പെൺകുട്ടിയെ മാത്രമേ നമുക്ക് ജീവിതകാലം സംരക്ഷിക്കാനും അവളെ അടുത്ത് വാഴാനും കഴിയും. ഇല്ലെങ്കിൽ വിവാഹം കഴിച്ചു 3 കന്ന് അടിച്ചു പിരിഞ്ഞു എന്നുള്ള മട്ടിലായിരിക്കും. അപ്പൊ തന്നെ തേച്ചിട്ട് പോയി എന്ന് ഈ വാക്ക് പറയുമ്പോൾ ഒരു ബോയ് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, അവൾക്ക് തന്നെ കിട്ടാനുള്ള അർഹതയില്ല, അതുകൊണ്ടാണ് അവൾ കടന്നു പോയത്. പിന്നെ സെക്കൻഡ്ലി ചിന്തിക്കേണ്ടത് എൻ്റെ കൈപ്പിഴ എന്തെങ്കിലും ഉണ്ടോ, എൻ്റെ പെരുമാറ്റത്തെ ദൂഷ്യമുണ്ടോ, അതുകൊണ്ടാണോ അവൾ കടന്നു പോയത്. ഞാൻ പക്ക കറക്റ്റാണെങ്കിൽ തീർച്ചയായിട്ടും അവളെ എന്നെ പറ്റിച്ചിട്ട് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്നിലേക്കുള്ള അർഹതയില്ല. പക്ഷേ എൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ടാണ് അവൾ കടന്നു പോയെങ്കിൽ ഞാൻ അവളെ കുറ്റപ്പെടുത്താനോ അവളെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്താനോ എനിക്ക് യാതൊരു അർഹതയില്ല. കാര്യം ഈ അടുത്ത കാലത്ത് ഇതുപോലെയുള്ളൊരു സംഭവം നടന്നു. ഒരു പെൺകുട്ടിയെ പച്ചയ്ക്ക് കത്തിച്ചപ്പോൾ അതിന് താഴെ കുറച്ച് കമൻറ്റുകൾ ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പിൽ ഇത് ആഡ് ചെയ്തപ്പോൾ ഞാൻ കണ്ടതാണ്. തേച്ചിട്ട് പോയവർക്കുമാർക്കെല്ലാം ഇത് തന്നെയാണ് അനുഭവം, കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ യുവത്വങ്ങൾ എന്ന് വെച്ചാൽ ഒരു 17-നും 20-നും ഇടയ്ക്ക് പ്രായമുള്ള ആൺകുട്ടികൾ വളരെ മോശപ്പെട്ട കമൻറ്റുകളാണ് എൻ്റെ കീഴെ രേഖപ്പെടുത്തുന്നത്. നോക്കൂ, നിങ്ങളുടെ സഹോദരിയോ മറ്റൊരാളോ ഇതുപോലെ മറ്റൊരു ചെറുപ്പക്കാരൻ്റെ ഇരയായേക്ക് നിങ്ങൾ അത് ചിന്തിക്കണം. കാരണം ഇത്തരം മനോഭാവമുള്ളവർ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയെ ഇങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്യാം. നിങ്ങളുടെ കുടുംബത്തിലുള്ള പെൺകുട്ടിക്കും ചിലപ്പോൾ ഈ ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടാൻ ഭാവിയിലേക്ക് ഇഷ്ടപ്പെട്ടു പോയാൽ അവൾ ഒന്ന് ഇഷ്ടപ്പെട്ട് തുടങ്ങിയതായിരിക്കാം. പക്ഷെ ഇയാളുടെ വൈകൃതം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ പെൺകുട്ടി പിന്മാറിയത്. അല്ലെങ്കിൽ അവർക്ക് 100 സാഹചര്യങ്ങൾ കാണാം. ഞാൻ പറഞ്ഞില്ലേ, പ്രണയമെല്ലാം സക്സസ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രണയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ വിവാഹം കഴിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ ചില വാക്കുകളൊക്കെ കൊടുത്തിരുന്നിരിക്കാം. ചിലപ്പോൾ നിന്നെ വിവാഹം കഴിച്ചോളാം, ആയുഷ്കാലം നിന്റെ അടുത്ത് ജീവിച്ചോളാം എന്നൊക്കെ വാക്കൊക്കെ ചിലപ്പം പ്രണയകാലത്തൊക്കെ പറയും. പക്ഷേ ഈ പെരുമാറ്റത്തിലെ വൈകല്യം കാണുമ്പോൾ ഇത് ഇങ്ങോട്ട് ജീവിച്ചു പോയാൽ കൊള്ളില്ല എന്ന് പറഞ്ഞ് ഒരാൾ മാറിയാൽ അയാൾ കുറ്റം പറയാനൊന്നും പറ്റില്ല. പരസ്പരം ഉള്ള ധാരണകൾ തെറ്റുമ്പോഴാണ് ഒരു പ്രണയത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. അതൊരു ദാമ്പത്യ ജീവിതത്തിലും ഉണ്ടാവാം. ദാമ്പത്യ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഡിവോഴ്സ് ചെയ്ത് പിരിഞ്ഞു പോകുന്ന ഒരു 100 കണക്കിന് പേരല്ലേ ഓരോ വർഷവും. ഇവിടെ എത്ര ആയിരക്കണക്കിന് 10,000 പേരാണ് ഇങ്ങനെ വിവാഹബന്ധം മുറിച്ചു പോകുന്നത് കേരളത്തിൽ. അവരെല്ലാം വിവാഹബന്ധം മുറിക്കാൻ വയ്യ, വെട്ടിക്കൊന്നു കളയാം, പച്ചയ്ക്ക് കൊളുത്തി കളയാം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ നാട് ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് ആയിരിക്കില്ലേ പോവുക. നമ്മൾ മനസ്സിലാക്കേണ്ട എത്ര കാര്യമുള്ളൂ. ഒരു പെൺകുട്ടിക്ക് പല സാഹചര്യങ്ങളും ഉണ്ട്. അവളെ പ്രണയിക്കുമ്പോൾ ഇഷ്ടപ്പെടുമ്പോൾ
അവൾക്ക് ആ ഇഷ്ടം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ വിവാഹത്തിലേക്ക് വരുമ്പോൾ പലരും പറഞ്ഞു കൊടുക്കുമ്പോൾ അയ്യോ ഈ വിവാഹമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായി വരും എന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ അവളൊരു പക്ഷേ പിന്മാറ്റം നടത്തിയേക്കാം. അത് പ്രണയിച്ചു തുടങ്ങുന്ന ഓരോ ചെറുപ്പക്കാരനും മനസ്സിലാക്കിയിട്ട് ആ വീട്ടുകാരുടെ സമ്മതം നേടിയെടുക്കാൻ ശ്രമിക്കണം. ഇതൊന്നും നടന്നില്ലെങ്കിൽ താൻ ഇന്നലെ വരെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന, ഇന്നലെ വരെ അവളുടെ മുഖത്ത് ചുംബിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവളെ ശ്വാസം പോലും ഇല്ലാതാക്കി വെട്ടി ഞുറുക്കി ഒരു പെട്ടിയിൽ അടയ്ക്കാൻ കാണിക്കുന്ന ഈ ക്രൂരമായ മനസ്സ്, അങ്ങനെയുള്ള മനസ്സുകൊണ്ട് നിങ്ങൾ എന്താണ് നേടുന്നത്? യുവാക്കളെ പ്രണയം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, പരസ്പരം കൊടുക്കലും വാങ്ങലുകളാണ്. ചിലപ്പോൾ എല്ലാം സക്സസ് ആയി വരികയൊന്നുമില്ല. അപ്പോൾ തൻ്റെ ഇംഗിതങ്ങൾ നടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയെ കൊല്ലാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയാൽ അത് എത്ര കണ്ട് നീതീകരിക്കാനാണ്? കാലം നിങ്ങൾക്ക് മാപ്പ് നൽകുമോ? പെൺകുട്ടികളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ പ്രണയം ഒരു ടൈം പാസിനാണ് എന്ന് പറഞ്ഞ് ഒട്ടും വകതിരിവില്ലാത്ത, അതായത് അങ്ങനെയുള്ള കാണുമ്പോൾ ആകർഷണീയതയാണ്, 2 ദിവസം കഴിഞ്ഞിട്ട് ഈ കോളേജ് ജീവിതം ഒന്ന് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊരു പ്രണയത്തിലൊക്കെ ചെന്ന് ചാടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരുത്തി വയ്ക്കുന്നത് ദുരന്തത്തെയാണ്. തൻ്റെ കാര്യം നടന്നില്ലെങ്കിൽ നിങ്ങളെ കൊന്നു നുറുക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് യുവത്വങ്ങൾ, പലതരം ഡ്രഗ്സിൻ്റെ അഡിക്റ്റ് ആയവർ, അല്ലെങ്കിൽ തന്നോടൊപ്പം ജീവിച്ചില്ല എങ്കിൽ നിന്നെ കൊന്നുകളയും എന്ന ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്നവർ, അങ്ങനെയുള്ള വളരെ മാനസികമായി ഇടുങ്ങിയ ചിന്താഗതിക്കാരായ ചെറുപ്പക്കാരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. എന്നാൽ വിശാലമായ ചിന്താഗതിയുള്ള ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾ ഒരു ആളെ സെലക്ട് ചെയ്യുമ്പോൾ ടൈം പാസിന് വേണ്ടിയിട്ട് ദയവായി ഇത് പഠിക്കാനുള്ള കാലഘട്ടത്തിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ വേണം തിരഞ്ഞെടുക്കാൻ. അല്ലാതെ പ്രണയത്തിനു വേണ്ടി ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചിട്ട് പലപ്പോഴും പലരുടെയും കൊലക്കത്തിക്ക് ഇരയാകാതിരിക്കാൻ നാം തന്നെ ഒരു ജാഗ്രത കൊടുക്കണം. പിന്നെ വേറെ കാര്യമുണ്ട്, പലപ്പോഴും ഈ ഇത്തരം ക്രൂരത മനോഭാവമുള്ള ചെറുപ്പക്കാരൻ ആ പെൺകുട്ടി തന്നോട് ഇച്ചിരി സൗഹൃദം കാണിക്കുമ്പോൾ തന്നോട് ഇഷ്ടം കാണിച്ചു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ വയ്ക്കുകയും പിന്നീട് അവൾ വേറെ ഏതെങ്കിലും വിവാഹത്തിന് പോകുമ്പോൾ അവളെ ഇനി ജീവിക്കാൻ അനുവദിക്കില്ല, എന്നെ പറ്റിച്ചതാണ്, എന്നെ ചതിച്ചതാണ് എന്നുള്ള മട്ടിൽ പോയി കൊലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വളരെ നിഷ്ഠൂരമായ ചിന്താഗതികളാണ്. നമ്മുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഇത്തരം ചിന്താഗതി വെച്ച് പുലർത്തുകയാണെങ്കിൽ ദയവായി സുഹൃത്തുക്കളെ നിങ്ങൾ ഓരോരുത്തരും ഇത്തരം ആൾക്കാരെ പറഞ്ഞ് തിരുത്തുക തന്നെ ചെയ്യണം. അല്ലാതെ അവൾ തേച്ചിട്ട് പോയതാണ്, നീ അതിന് പ്രതികാരം ചെയ്യണം എന്നുള്ള മട്ടിൽ നിങ്ങൾ അവരുടെ എഴുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കരുത്. കാര്യം പലപ്പോഴും ഒരു സുഹൃത്ത് ബന്ധത്തിൽ ചിലപ്പോൾ ഡ്രഗ്സിൻ്റെ ആയിരിക്കും, ചിലപ്പോൾ മദ്യത്തിൻ്റെ ആയിരിക്കാം, ലഹരിയിൽ ഒരു കൂട്ടായിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് ഇവർ പ്രാവർത്തികമാക്കുന്നത്. ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലീസിൻ്റെ അന്വേഷണം വരുമ്പോൾ കാണുന്നത് ഇത്തരം ചെയ്തികൾ ചെയ്തവരിൽ മിക്കവാറും എല്ലാം പല കൂട്ടുകാരുടെയും പ്രത്യക്ഷമായോ പരോക്ഷമായോ ചില സഹായങ്ങളും പ്രേരണകളും ഉണ്ടായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ അവളുമായിട്ട് നാളെ ഒരു വിവാഹ ജീവിതം നയിക്കണം എന്നുള്ള ചിന്തയൊന്നും വയ്ക്കുന്ന തെറ്റൊന്നുമല്ല. പക്ഷേ ഏതെങ്കിലും കാരണത്താൽ നാളെ അവൾ നഷ്ടപ്പെട്ടു പോയാൽ അവളെ കൊന്നൊടുക്കണം എന്നുള്ള ഒരു ചിന്ത വയ്ക്കുന്നത് അപലപനീയമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ പോലും ഇങ്ങനെ ഒരു നിഷ്ഠൂര കൃത്യം നടന്നാൽ നിങ്ങൾക്ക് അതിനെ ന്യായീകരിക്കാൻ പറ്റുമോ? ഒരു ആവേശത്തിലാണ് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാമെന്നാണ് പലരുടെയും വിചാരം. ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കത്തിച്ചിട്ട് താൻ പോയി ആത്മഹത്യ ചെയ്യാമെന്നും. അങ്ങനെ ചെയ്തിട്ട് എന്താണ് കിട്ടുന്നത്? നമുക്ക് അവളോട് സ്നേഹമാണുള്ളതെങ്കിൽ അവളുടെ ശരീരത്തിൽ അവൾക്ക് എന്തോ സംഭവിച്ചോട്ടെ, പക്ഷേ അവൾ നമ്മളെ പറ്റിച്ചോട്ടെ, എന്താവട്ടെ, അവളുടെ ശരീരത്തിൽ ഒരു പിടി മണ്ണ് പോലും ഒരു നുള്ളു പോലും ആരെ ഏൽപ്പിക്കാതിരിക്കാനുള്ള കരുതലാണ് ഓരോ ചെറുപ്പക്കാരുടെ ഉള്ളിലുണ്ടാവുന്നത്. അതാണ് സ്നേഹം. എല്ലാ പ്രണയബന്ധങ്ങളും സ്വന്തമാക്കലിൻ്റെ ഭാഗത്തിലേക്ക് വരില്ല. ചിലപ്പോൾ ചിലത് നഷ്ടപ്പെടുകയും ചെയ്യും. പ്രണയത്തിൻ്റെ ഭാഗം തന്നെയാണത്. അപ്പോൾ ഇത് സത്യമായ ഈ പ്രണയത്തിൻ്റെ പണ്ട് കാലം മുതലേ പ്രണയം ലോകം ഉണ്ടാകുന്ന കാലം മുതലേ ഉണ്ട്. അന്നു മുതൽ ഇങ്ങനെ അനുവർത്തിച്ചു പോകുന്ന പ്രണയത്തിൽ ഇപ്പോഴുള്ള ഈ ഘട്ടത്തിൽ വരുമ്പോൾ ഇങ്ങനെ കൊലപാതകങ്ങളും ഇണയെ കൊന്നൊടുക്കാനുള്ള അഭിവാഞ്ചയും എത്ര നിഷ്ഠൂരമാണ്. പെൺകുട്ടികളും ശ്രദ്ധ കൊടുക്കണം. കാര്യം എന്ന് പറയുമ്പോൾ ഒരു പുരുഷനെ അവന് ഒരുപാട് പ്രതീക്ഷകളെല്ലാം കൊടുത്തിട്ട് അവസാനം നിങ്ങളുടെ കാര്യം കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇയാൾ വേണ്ടാന്ന് തോന്നുമ്പോൾ അയാളെ കളഞ്ഞിട്ട് പോകുമ്പോൾ അയാൾക്കുണ്ടാകുന്ന മാനസികമായ ആഘാതം നിങ്ങളും കൂടെ കണക്കിലെടുക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തരത്തിൽ ഇയാളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങുന്ന ടൈം പാസ്സാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിന് മുതിരരുത്. നിങ്ങൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, ലക്ഷ്യബോധം. നിങ്ങൾ പലരും പഠിക്കാൻ പോകുന്ന കാലയളവിലാണ് ഇത്തരം പ്രണയങ്ങളിൽ ചെന്ന് കുടുങ്ങുന്നത്.
ദൈവം ഇത് പഠിക്കേണ്ട കാലയളവ് എന്താണ്? വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് മാറ്റിവെക്കേണ്ടത്. ജീവിതത്തിൽ നല്ലൊരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ വിദ്യാഭ്യാസ കാലയളവിനെ വിനിയോഗിക്കേണ്ടത്. പക്ഷെ അതിന് പകരം ഏതെങ്കിലും അപക്വമായ പ്രണയങ്ങളിൽ ചെന്ന് ചാടി ജീവിതത്തെ മുച്ചൂട് നശിപ്പിക്കുന്ന പ്രവണതകളിലേക്ക് ചെന്ന് വീഴരുത്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാം, നമുക്ക് ഒരുപാട് ഉപദേശിക്കാം. പക്ഷേ ഈയാമ്പാറ്റകൾ പോലെ പ്രണയത്തിൽ ചെന്ന് വീഴുന്നു, പ്രണയത്തിൻ്റെ ചതിക്കുഴികളിൽ വീഴുന്നു, ഒട്ടേറെ ഉപദേശങ്ങൾ കിട്ടുന്നു. എന്നിട്ടും അവയെല്ലാം തൃണവൽക്കരിച്ച് മാതാപിതാക്കളുടെ വാക്കുകളെ ലംഘിച്ച് കുറേ കുട്ടികൾ, ആണും പെണ്ണും അടക്കം, ഓരോ പ്രണയത്തീയിൽ ചെന്നപ്പെടുന്നു. അഗ്നിയിൽ വീണാൽ ചിലപ്പോൾ കരിഞ്ഞമർന്നു പോകും. അതുകൊണ്ട് തീരുമാനങ്ങൾ ജാഗ്രതയോടെ ചെയ്യുക. ഇല്ലെങ്കിൽ ഏതെങ്കിലും പത്രത്തിൻ്റെ ഒരു കോണിൽ ഒരു കണ്ണീർ പൂവിനൊപ്പം അഗ്നിയിൽ എരിഞ്ഞമർന്നതിൻ്റെയും വെട്ടിക്കൊലപാതകങ്ങളുടെ കഥ മാത്രമാണ്. പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും തെറ്റ് ചെയ്താൽ തെറ്റാണ്. ആൺകുട്ടി വെട്ടിയെറിയുമ്പോൾ, പെൺകുട്ടിയെ കത്തിക്കുമ്പോൾ നീ ചെയ്തത് ശരിയാണ്, ആണിനെ തേച്ചിട്ട് പോയാൽ ഇങ്ങനെ വേണം എന്ന് കുറിപ്പിടുന്ന ഓരോ സഹോദരന്മാരും ചിന്തിക്കുക. നിങ്ങളുടെ കുടുംബത്തിലും ആസന്നമായി ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളും ഉണ്ടായി വരും. കാരണം നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഇത്തരം ഞരമ്പ് രോഗികൾക്കുള്ള പ്രേരണ നൽകുന്നത്. കാരണം എല്ലാം നമുക്ക് പിടിച്ചടക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് പ്രണയം. അത് തനിയെ വന്നു ചേരേണ്ടതാണ്. നമ്മുടെ പങ്കാളി, നമ്മളോടൊപ്പം ജീവിക്കാൻ ഇഷ്ടപ്പെട്ട ആൾ ഒരിക്കൽ നമുക്ക് കഴിഞ്ഞില്ല, നമ്മളോടൊപ്പം ജീവിക്കാൻ കഴിയില്ല, ഏതെങ്കിലും സാഹചര്യത്തിൽ അവൾ കടന്നു പോയെങ്കിലും ആ പ്രണയം സമ്മാനിച്ച ഓർമ്മകളുമായി നമുക്ക് ജീവിക്കാൻ കഴിയണം. നമ്മുടെ തലമുറ, തൊട്ടു മുമ്പുള്ള തലമുറ എല്ലാവരും അങ്ങനെയാണ് കഴിഞ്ഞു പോയത്. പ്രണയത്തിന് കാലങ്ങൾ കഴിയുമ്പോൾ ഈ വീഞ്ഞിരുന്ന് മധുരിക്കും പോലെ അത് നഷ്ടപ്രണയമാകട്ടെ എന്താകട്ടെ, അതിനകത്തുനിന്ന് വരുന്ന ഒരു സൗരഭ്യമുണ്ട്, ഒരു സൗന്ദര്യമുണ്ട്. അത് സക്സസ് ആയ പ്രണയത്തേക്കാൾ വളരെ വലുതാണ്. ആ നഷ്ടപ്പെട്ട് പോയ പ്രണയിതാവിനെ പിന്നീട് ഒരിക്കൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ അവൾ ചിലപ്പോൾ മുഖം മറച്ചൊന്നും ആയിരിക്കില്ല, വളരെ സൗഹാർദ്ദമായിട്ടായിരിക്കും നിങ്ങളടുത്ത് പെരുമാറുന്നത്. പക്ഷേ ഇതിൻ്റെ പേരിൽ മുതലെടുപ്പുകളോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ കൊലപാതകങ്ങളോ നടത്തുന്നവർ അറിയുക, നിങ്ങൾക്ക് പ്രണയത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് അറിയില്ല. നിങ്ങൾക്ക് പ്രണയം എന്ന് പറയുന്നത് പിടിച്ചു വാങ്ങലുകളും കീഴടക്കലുകളുമാണ്. ഇതൊന്നും ശാശ്വതമല്ല. നിങ്ങൾ വെട്ടിക്കൊന്നു കളയുന്നതുണ്ടല്ലോ നിങ്ങളുടെ ഉള്ളിലെ പ്രണയത്തെയാണ്. നിങ്ങൾ മനുഷ്യ മനസാക്ഷിയുടെ മുന്നിലേക്ക് വിടുന്നത് എന്താണെന്നോ നിങ്ങളുടെ ക്രൂരതയാണ്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും പ്രണയത്തിൻ്റെ പേരിൽ ഇവിടെ ഒരു പെൺകുട്ടിയും അല്ലെങ്കിൽ ഒരു പ്രണയത്തിൻ്റെ പേരിൽ ഒരു ആൺകുട്ടിയും തൻ്റെ ജീവിതത്തിന് ഹാനി ഉണ്ടാക്കാതിരിക്കട്ടെ. ഈ പറഞ്ഞത് ചിലപ്പോൾ ആൺകുട്ടികളുടെ പക്ഷമാണ് തെറ്റെന്ന ഒട്ടിൽ ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കപ്പെടാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, കൊലപാതകങ്ങൾ നടത്തുന്നതിൽ ബഹുഭൂരിപക്ഷവും പ്രണയത്തിൻ്റെ പേരിൽ പെട്രോൾ ഒഴിച്ച് കൊലപാതകം നടത്തുന്ന ബഹുഭൂരിപക്ഷവും ആൺകുട്ടികൾ തന്നെയാണ്. അതിൽ ചീറ്റിംഗ് എന്ന് പറയുന്നത്, ചതി എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതിനെ മനസ്സൊരുക്കത്തോടെ അംഗീകരിക്കണം. പ്രണയത്തിൽ ചെന്നപ്പെടുമ്പോൾ ഇത് ചിലപ്പോൾ സക്സസ് ആവില്ല, ചിലപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോയേക്കാം എന്നുള്ള ഒരു കാര്യം കൂടി ഓരോ പ്രണയിതാക്കളും കണക്കിലെടുക്കണം. ആ സമയത്ത് ഞാൻ ഇതിനെ എപ്രകാരം മാനുഷികമായ രീതിയിൽ കൈകാര്യം ചെയ്യും എന്ന് ഓരോരുത്തരും ചിന്തിച്ചുറപ്പിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നാളെ നിയമത്തിന് മുന്നിൽ തലകുനിഞ്ഞ് നിൽക്കും. നിങ്ങൾക്കിപ്പം അതൊരു നിങ്ങൾ ചെയ്ത കൃത്യം തീരെ കൃത്യമായിട്ട് തോന്നുമെങ്കിലും കാലം നിങ്ങൾക്ക് മാപ്പ് നൽകുകയില്ല, അത് ഉറപ്പാണ്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഒരു കണികപ്പൂക്കൾ, ഒരു രക്തത്തുള്ളി ഇതിൻ്റെ പേരിൽ നിലത്ത് വീഴാതിരിക്കാൻ നാം ഓരോരുത്തരും ജാഗ്രത കാണിക്കണം.